بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാലഹ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൻ്റെ ഒരു പുണ്യരാത്രിയിലുള്ള നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഇക്കാണുന്ന വേനലിലും അതേപോലെ തന്നെ മറ്റു നോമ്പനുഷ്ഠിക്കുന്നതും മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതുമൊക്കെ നാളെ നമുക്കൊരു മരണമുണ്ടെന്നും അടുത്തൊരു നിമിഷം നമുക്കൊരു മരണമുണ്ടെന്നും അതിനുശേഷം നമുക്ക് ബർസഖിയും അതിനുശേഷം ഒരു പുനരുജ്ജീവനമുണ്ടെന്നും നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ജീവിതം സുരക്ഷിതമാകേണ്ടതുണ്ട്. ആ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റിയത്, എവിടെയൊക്കെയാണ് തിരുത്തേണ്ടത്, എവിടെയൊക്കെയാണ് നാം തെറ്റുകൾ പറ്റിയത്, അത് തിരുത്താൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള ക്യാമ്പുകളും പഠന ക്ലാസ്സുകളും ഖുർആൻ ക്ലാസ്സുകളും നോമ്പുതറ ടെൻറ്റുകളുമൊക്കെ സജ്ജീകരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ധനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ധനത്തോടുള്ള മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ ചെറിയൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ലൗ കാന ലഇബ്നി ആദം വാദിയാൻ മിൻ ദഹബിൻ ലബ്തഗാ സാലിസ. മനുഷ്യൻ്റെ ധനത്തോടുള്ള അവൻ്റെ മാനസികാവസ്ഥ, ലൗ കാന ലഇബ്നി ആദം വാദിയാൻ മിൻ ദഹബിൻ, മനുഷ്യന്മാർക്ക് സ്വർണത്തിൻ്റെ 2 താഴ്വര ഉണ്ടായിരുന്നാൽ ലബ്തഗാ സാലിസ, അവൻ മൂന്നാമത്തേത് ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ. ഞാനും നിങ്ങളും ഗൾഫിലേക്ക് വന്ന ഒരവസ്ഥ തന്നെ ആലോചിച്ച് നോക്കാം. നമുക്ക് വരുമ്പോൾ വീടില്ലായിരുന്നു, സ്ഥലമില്ലായിരുന്നു, അതല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളുമില്ലായിരുന്നു.
വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് എനിക്കും ഞാൻ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യയ്ക്കും എനിക്കുണ്ടാവുന്ന കുട്ടികൾക്കും താമസിക്കാൻ എനിക്കൊരു കൂര വേണം, അത് ചെറുതായാൽ മതി, അതത്ര വലുപ്പമൊന്നും വേണ്ട, അതൊരു 10 സെൻറ്റ് സ്ഥലം മതി എനിക്ക് എന്ന് പറഞ്ഞ് വന്നവരാണ്. ആ കൂരയും അതിൻ്റെ മുകളിലുള്ള നിലയും അതിനപ്പുറത്തുള്ള സ്ഥലമൊക്കെയായിട്ടും നമുക്കും മതിയാകുന്നില്ല. ലൗകാനൽ ഇബ്നി ആദം വാദിയാന മിൻ ദഹബിൻ ലബ്തഗ സാലിസ. മനുഷ്യൻ അങ്ങനെയാണ്. അവന് സ്വർണത്തിൻ്റെ 2 താഴ്വരയുണ്ടായിരുന്നാലും മൂന്നാമത് ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാഷണങ്ങളിലും എന്നതുപോലെ ധനത്തോടുള്ള ആർത്തിയെ സംബന്ധിച്ച്, മനുഷ്യ, ധനം നിന്നെ നശിപ്പിക്കാതിരിക്കട്ടെ, ധനത്തോടുള്ള നിന്റെ ആർത്തി, ദുനിയാവിനോടുള്ള നിന്റെ ആർത്തി നിന്നെ ഒരിക്കലും നശിപ്പിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ധനത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താ? അംവാലകുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. സൂറത്തുൻ നിസായിലെ 5-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ധനം അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധനമുണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അഹങ്കരിക്കാനല്ല, അലങ്കാരം കാണിക്കാനല്ല, അതിൻ്റെ പേരിൽ ദൂർത്തടിക്കാനല്ല ധനം. അല്ലദീ ജഅല ലക്കും അംവാലകുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധനമുണ്ടാക്കിയത്. ധനം മനുഷ്യന്റെ നിലനിൽപ്പിനാണ്, ധനം മനുഷ്യന്റെ നിലനിൽപ്പിനാണ്. അതാണ് ഇസ്ലാമിൻ്റെ സമീപനം ധനത്തോടുള്ള. അതുകൊണ്ട് തന്നെ ധനമുള്ളവന് പ്രത്യേക ഒരു അവസ്ഥ ഇസ്ലാമിലില്ല, ധനാഢ്യന് പ്രത്യേക പരിഗണനയില്ല. ധനാഢ്യനും ധനികനും ധന്യനും ഉള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും മുതലാളിയും കൂരയിൽ താമസിക്കുന്നവനും കൊട്ടാരത്തിൽ വസിക്കുന്നവനും എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഉത്തമൻ ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുത്ത് തഖ്വയുള്ളവനാണ്. ധനമുള്ളവനല്ല ഉത്തമൻ, മറിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഉത്തമൻ അത്ഖാക്കും, ആർക്കാണോ തഖ്വയുള്ളത് അവനാണ്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗിനാ വൽ ഫഖ്റു മതിയത്താനി, ഐശ്വര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് മതിയത്താനി, അത് 2 വാഹനങ്ങളാണ്. ലാ ഉബാലി അയ്യത്തുഹുമാ റകിബത്, അതേത് വാഹനത്തിൽ ഞാൻ കയറി എന്ന് ഞാൻ പരിഗണിക്കാറില്ല. ധനമുള്ള അവസ്ഥ, ധനാഢ്യനായ അവസ്ഥ, മുതലാളിത്തത്തിന്റെ അവസ്ഥ, ധനമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് 2 വാഹനമാണ്. ലാ ഉബാലി അയ്യത്തുഹുമാ റകിബത്, അതിലേത് വാഹനത്തിലാണ് ഞാൻ കയറിയത് എന്ന് ഞാൻ പരിഗണിക്കാറില്ല എന്ന് പ്രവാചകന്റെ 2ാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധനികന്മാരുണ്ടായിരുന്നു, ദരിദ്രന്മാരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. സഹാബികളുടെ കൂട്ടത്തിൽ ധനികന്മാരുണ്ടായിരുന്നു, ദരിദ്രന്മാരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. മഹാനായ പ്രവാചകനായ ഇബ്രാഹിം നബി, ദാവൂദ് നബി, അതേപോലെ തന്നെ സുലൈമാൻ നബി, ഇവരൊക്കെ ധനികന്മാരായ പ്രവാചകന്മാരായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഒക്കെ രാജാധികാരമുണ്ടായിരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി. അദ്ദേഹം ധനികനായ പ്രവാചകനായിരുന്നു. അതേപോലെ തന്നെ ദരിദ്രന്മാരായ പ്രവാചകരും ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യാ നബി, അതേപോലെ തന്നെ മറിയം ബീവി, അതേപോലെ തന്നെ ഉള്ള ആളുകൾ അവർ ദരിദ്രന്മാരായിരുന്നു. അലി റളിയല്ലാഹു അൻഹും അബൂദറുൽ ഗിഫാരിയും ഒക്കെ, അബൂ ഹുറൈറയും ബിലാൽ ഇബ്നു റവാഹും ഒക്കെ ദാരിദ്ര്യത്തിന്റെ ആഴിയിലാണ് ജീവിച്ചിരുന്നത്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അബൂ അയ്യൂബുൽ അൻസാരിയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരെല്ലാം ധനികമായ അവസ്ഥയിലാണ് ജീവിച്ചിരുന്നത്. അബൂ ഹുറൈറ പട്ടിണി കിടന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം കുറയുന്നില്ല. അബ്ദുറഹ്മാൻ ഔഫ് ധനികനായതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം കൂടുന്നില്ല. മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം കൂടുന്നത് തഖ്വ കൊണ്ടാണ്, സ്ഥാനം കുറയുന്നത് തഖ്വയുടെ കുറവ് കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇയ്യകുൻ ഗനിയൻ ഔ ഫഖീറൻ വല്ലാഹു ഔലാ ബിഹിമാ, നിങ്ങൾ ധനികനായിരുന്നാലും ദരിദ്രനായിരുന്നാലും അള്ളാഹു അതിനേക്കാൾ ഉത്തമനാണ്. നിങ്ങളുടെ ധനം കൊണ്ട് അള്ളാഹു ഒന്നും പേടിക്കുന്നില്ല. ചില ധനാഢ്യന്മാരിലെ അഹങ്കാരത്തിന്റെ വർത്തമാനം, പള്ളിയോ ഞാൻ അതിന് തരില്ല,
മദ്രസയോ ഞാൻ അതിന് തരില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ, ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കാശ് ചോദിക്കുമ്പോ അഹങ്കാരത്തിന്റെ വർത്തമാനം പറയുന്ന, അഹന്തയുടെ വർത്തമാനം പറയുന്ന മുതലാളിമാരില്ലേ, വിനീതമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലും വലിയ അഹങ്കാരത്തോടുകൂടി അവരോട് പറയുന്നു, ഇയ്യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ, നീ ധനികനായിരുന്നാലും നീ ദരിദ്രനായിരുന്നാലും വല്ലാഹു ഔലാ ബിഹിമാ, അല്ലാഹുവാണ് ഉത്തമൻ. അവന്റെ ഖജനാവിന്റെ താക്കോല് നിന്റെ അടുത്തില്ലല്ലോ, അവൻ തന്ന ധനത്തിന്റെ പാതിയല്ലേ നിന്റെ അടുത്തുള്ളൂ. മുതലാളിയായാൽ, പൈസ കൂടിപ്പോയാൽ അവനോട് ദീനിനോട് പുച്ഛമാണ്, ദീന് കൊണ്ട് നടക്കുന്നവനോട് പുച്ഛമാണ്, ദീൻ അനുഷ്ഠിക്കുന്നവനോട് പുച്ഛമാണ്, ദീനിന്റെ ആളുകളോട് പുച്ഛമാണ്, അവനാക്കിയ അവന്റെ മാതാപിതാക്കളോട് പോലും അവന് പുച്ഛമാണ്. എങ്ങോട്ടാണ് ഈ അഹങ്കാരം? എങ്ങോട്ടാണ് ഈ അഹന്ത? ആരെ ധന്യനാക്കണം, ആരെ ധനികനാക്കണം, ആരെ പാവപ്പെട്ടവനാക്കണം, ആരെ രോഗിയാക്കണം, ആർക്ക് ആരോഗ്യം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് റബ്ബാണ്. മനുഷ്യന് ചില തെരഞ്ഞെടുക്കാനുള്ള ചില കാര്യങ്ങളിൽ ചില സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആരോഗ്യം, രോഗം, അധികാരം, സമ്പത്ത് ഇതൊന്നും മനുഷ്യന്റെ തീരുമാനമല്ല. എന്റെ കൂടെ പഠിച്ചവൻ, അവൻ സ്കൂളിൽ പഠിച്ചപ്പോൾ വളരെ മോശമായിരുന്നു, പക്ഷേ അവൻ ഇന്ന് കോടീശ്വരനായി. എന്തേ കാരണം? അത് അള്ളാഹുവിന്റെ നിയോഗമാണ്. ചിലർക്കതാ ഒരേ രൂപത്തിൽ ഭക്ഷണം കഴിച്ച്, ഒരേ വിരിപ്പിൽ കടന്നുറങ്ങിയ, ഒരേ രൂപത്തിലുള്ള ജീവിതം നയിച്ച ചിലർക്കതാ അസുഖമുണ്ടാകുന്നു. ക്യാൻസർ പോലത്തെ അസുഖം, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖം, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിലർക്ക് അസുഖമുണ്ടാകുന്നില്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചിലർ എന്ത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം അവരെ ബാധിക്കുന്നില്ല, അവർ സുഖകരമായി ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു. അവൻ ആരോഗ്യം നൽകാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. എഴുത്തും വായനയും അറിയാത്തവൻ വലിയ വലിയ ബുദ്ധിജീവികളെയും അതേപോലെ തന്നെ പണ്ഡിതന്മാരെയും ഭരിക്കാനുള്ള അധികാരമുണ്ടാകുന്നു. അധികാരം കൊടുക്കുന്നത് തുഅ്തിൽ മുൽക മൻ തശാ വതുൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരം കൊടുക്കുന്നത് റബ്ബാണ്, അധികാരം ഊരിയെടുക്കുന്നതും റബ്ബാണ്. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലഹു ഇല്ലൽ ഗിനാ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അള്ളാഹു പറയുകയാണ്, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ലാ യസ്ലഹു ഇല്ലൽ ഗിനാ, അവന് വേണ്ടത് ഐശ്വര്യമാണ്. അതുകൊണ്ട് വലൗ അഫ്കർതഹു, അവനെ എങ്ങാണ്ട് ഞാൻ ദരിദ്രനാക്കുകയാണെങ്കിൽ അഫ്സദഹു ദാലിക്, അവൻ കേടുവന്നു പോകും. ചിലരെ അള്ളാഹു ധന്യന്മാരായി, ധനാഢ്യന്മാരായി തീരുമാനിച്ചിട്ടുണ്ട്. അവരെ എങ്ങാണ്ടും ദരിദ്രന്മാരാക്കുകയാണെങ്കിൽ ലഅഫ്സദഹു ദാലിക്, അവൻ കേടുവന്നു പോകും. വ ഇന്ന മിൻ ഇബാദി, എന്റെ കൂട്ടത്തിലെ എന്റെ ചില അടിമകൾ, മല്ലാ യസ്ലഹു ഇല്ലൽ ഫഖർ, അവന് ദാരിദ്ര്യമാണ് അള്ളാഹു വിധിച്ചത്. വലൗ അഗ്നൈതഹു, അള്ളാഹു എങ്ങാണ്ടും അവന് ധനം കൊടുക്കുകയാണെങ്കിൽ ലഅഫ്സദഹു ബിദാലിക്, ആ ധനം കൊണ്ട് അവൻ നശിച്ചു പോകും. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, എന്ത് ചെയ്താലും പൊളിയുന്നു, എന്ത് കച്ചവടം ചെയ്താലും ജയിക്കുന്നില്ല. ചില സഹോദരന്മാര് കണ്ടിട്ടില്ലേ, എന്ത് ചെയ്താലും തൊട്ടതെല്ലാം പൊന്നാക്കുന്നു. പൊന്മുട്ടയിടുന്ന താറാവിനെ വളർത്തുന്നു ചിലർ, അവൻ തൊടുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം പൊന്നാകുന്നു. മറ്റു ചിലർ എത്ര ഐഡിയ ഉണ്ടായാലും, ആശയമുണ്ടായാലും, കഴിവുണ്ടായാലും, ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ഡിഗ്രി നേടിയാലും അവൻ ചെയ്തതൊന്നും വിജയിക്കുന്നില്ല. എന്തേ കാരണം? അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവൻ ആ ദാരിദ്ര്യത്തിൽ നിന്ന് ധന്യമായ അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിയിട്ടുണ്ടെങ്കിൽ ലഅഫ്സദഹു മിൻ ദാലിക, അവൻ കേടുവന്നു പോകും എന്ന് അള്ളാഹുവിന് അറിയുന്നു. അതേപോലെ തന്നെ വ ഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലഹു ഇല്ല സിഹാ, എന്റെ അടിമകളുടെ ചില കൂട്ടത്തിൽ ചില ആളുകൾ, അവർക്ക് അള്ളാഹു ആരോഗ്യമാണ് വിധിച്ചിരിക്കുന്നത്. വലൗ അസ്നംതഹു, അവനെ എങ്ങാണ്ടും അള്ളാഹു രോഗിയാക്കുകയാണെങ്കിൽ അഫ്സദഹു ദാലിക, അവൻ നശിച്ചു പോകും, അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകും. വ ഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലഹു ഇല്ല സഖം, എന്റെ ചില അടിമകളെ അള്ളാഹു രോഗികളാക്കാനാണ് തീരുമാനിച്ചത്. വലൗ അസ്ഹഹ്തുഹു ലഅഫ്സദഹു ദാലിക്, അവനെ എങ്ങാണ്ടും ആരോഗ്യവാനാക്കുകയാണെങ്കിൽ ആ ആരോഗ്യം കൊണ്ട് അവൻ ദീനിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നു, ഇന്നി ഉദബ്ബിറു ഇബാദി, ഞാനാണ് എന്റെ അടിമകളുടെ കാര്യം തീരുമാനിക്കുന്നത്. ഇന്നി ബിഹിം ഖബീറും ബസീർ, ഞാനാണ് അവരെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ.
അവരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ ഞാനാണ്. എന്റെ അടിമകളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ ഞാനാണ് അവരുടെ കാര്യം തീരുമാനിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വിധിയാണ്. ധനത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം അല്ലാഹുവിന്റെ വിധി അനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ധനം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ധന്യമായൊരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ധനം നാം എങ്ങനെ കൈകാര്യം ചെയ്യണം? ഖുദ് മിൻ അംവാലിഹിം സദഖ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്തിൽ പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അവരുടെ ധനത്തിൽ നിന്ന് സദഖ സ്വീകരിക്കണം, ധർമ്മം സ്വീകരിക്കണം. എന്തിനാണത്? തുതഹിറുഹും, അവരെ ശുദ്ധീകരിക്കാൻ, വതുസക്കീഹിം, അവരുടെ ആത്മസംസ്കരണത്തിന് വേണ്ടി, ബിഹാ, അതുകൊണ്ട്, വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇന്ന സലാത്തക സകനുൽ ലഹും, നിന്റെ പ്രാർത്ഥന അവർക്ക് ശാന്തിയാണ്, സമാധാനമാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, സമ്പന്നരുടെ ധനത്തിൽ നിന്ന് നീ സദഖകൾ സ്വീകരിക്കണം. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് നല്ലത് നിങ്ങൾ ചെലവഴിക്കണം. വമിമ്മാ അഖറജ്നാ ലക്കും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വിത്തുകൾക്കും അതേപോലെ തന്നെ ഫലവർഗ്ഗങ്ങൾക്കും പഴങ്ങൾക്കും കനികൾക്കുമൊക്കെ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. നിങ്ങളുടെ ധനം നിങ്ങൾ സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കണം. സക്കാത്ത് കൊടുക്കാത്ത ധനം ശുദ്ധീകരിക്കപ്പെട്ട ധനമല്ല. അത് ബാങ്കിൽ നിക്ഷേപിച്ചാലും വീട്ടിലെടുത്ത് വെച്ചാലും ആർക്കെങ്കിലും ധർമ്മം കൊടുത്താലും എന്ത് ചെയ്താലും അതൊന്നും ശുദ്ധീകരിക്കപ്പെട്ട ധനമല്ല. തുതഹിറുഹും, അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് ശുദ്ധീകരിക്കുന്നത്. വതുസക്കീഹിം, അത് കൊടുക്കുമ്പോഴാണ്, അത് ആ ധനം കൊടുക്കുമ്പോഴാണ് സംസ്കരിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഫഉഅല്ലിമഹും, മുആദേ നീ യമനിലേക്ക് പോകുമ്പോൾ നീ അവരെ പഠിപ്പിക്കണം. അന്നഹു ഖദ് ഇഫ്തറല അലൈഹിം സദഖ, അല്ലാഹു അവർക്ക് സദഖ നിർബന്ധമാക്കിയിരിക്കുന്നു. ഫീ അംവാലിഹിം, അവരുടെ ധനത്തിൽ. തുഖദു മിൻ അഗ്നിയാഇഹിം, അത് അവരുടെ ധനികരിൽ നിന്ന് നീ എടുക്കണം. വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരുടെ പാവപ്പെട്ടവർക്ക് നൽകണം. സക്കാത്ത്, ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് അത് പണക്കാരന്റെ ഔദാര്യമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. 27 രാവ് എന്നൊരു ദിവസമുണ്ടാക്കി പണക്കാരന്റെ വീടുകളിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ 50-ന്റെയും 1 രൂപയുടെയും 2 രൂപയുടെയും തുട്ടുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കേണ്ടതല്ല ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥ. മറിച്ച് ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തുഖദു മിൻ അഗ്നിയാഇഹിം, ഉത്തരവാദിത്തപ്പെട്ടവർ, ഭരണാധികാരിയാണെങ്കിൽ ഭരണാധികാരി, മുസ്ലിങ്ങൾക്ക് ഭരണാധികാരി ഇല്ലാത്തിടത്താണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മഹല്ല് ഭാരവാഹികൾ, തുഖദു മിൻ അഗ്നിയാഇഹിം, അവരുടെ ധനികന്മാരിൽ നിന്ന് സ്വീകരിക്കണം. വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരുടെ ദരിദ്രരിലേക്ക് അത് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ സക്കാത്തിന്റെ അവസ്ഥ എന്താ? 27 രാവിൽ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ റോഡിലൂടെ തെണ്ടുകയാണ്. ആ മുതലാളിയുടെ വീട്ടിൽ 1 രൂപയുണ്ട്. അപ്പോ കൂട്ടുകാരൻ പറയുന്നു, അല്ല, ആ മുതലാളി 5 രൂപ കൊടുക്കുന്നു. അപ്പോൾ അതാ ഒരു ഉമ്മ പറയുന്നു, മക്കളെ, അവിടെ 10 രൂപ കൊടുക്കുന്നു. ഓടി ഓടി നോമ്പും നോറ്റ് ഓരോ തെരുവിൽ നിന്നും, ഓരോ വീടുകളിൽ നിന്നും, ഓരോ കൊട്ടാരങ്ങളിൽ നിന്നും, ഓരോ മണിമാളികകളിൽ നിന്നും പാവപ്പെട്ട മുസ്ലിം തെണ്ടുകയാണ്. 27 രാവിന്റെ ബഹുമാനപ്പെട്ട, വളരെ ബഹുമാനമാക്കപ്പെട്ട രാവുകളിൽ. ഇങ്ങനെയാണോ ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥ? അബൂ ഹുറൈറയും ബിലാലും അതേപോലെ തന്നെ പാവപ്പെട്ട സഹാബികൾ മക്കയുടെയും മദീനയുടെയും തെരുവീതികളിലൂടെ 27 രാവിന്റെ അന്നോ അതല്ലെങ്കിൽ റമളാനിന്റെ ഏതെങ്കിലും രാവിലോ തെണ്ടിയിട്ടുണ്ടോ? തെണ്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അത് തുഖദു മിൻ അഗ്നിയാഹിം, അവരിൽ നിന്ന് അത് സ്വീകരിച്ചു. വതുറദ്ദു ഇലാ ഫുഖറാഹിം, അവരുടെ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് അത് എത്തിച്ചു. അതാണ് ഇസ്ലാമിന്റെ സക്കാത്തിന്റെ സമ്പ്രദായ ശേഖരണത്തിന്റെയും സമ്പ്രദായ അതേപോലെ തന്നെ വിതരണത്തിന്റെയും രീതി. എന്തിനാണ് സക്കാത്ത് വെച്ചത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, തത്ഹീറുൻ നഫ്സുൽ ബശരിയ, മനുഷ്യനെ സംസ്കരിക്കാനാണ്. ഇത് പാവപ്പെട്ടവന്റേതാണ്, ഈ ധനം എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിനെ സംസ്കരിക്കാനാണ്. മിൻ റദീലത്തിൽ ബുഖ്ലി, പിശുക്കിൽ നിന്ന് സംസ്കരിക്കാൻ. വശുഹി,
കൊടുക്കില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് അവന്റെ മനസ്സിനെ സംസ്കരിക്കാൻ, അത്യാഗ്രഹത്തിൽ നിന്ന് അവന്റെ മനസ്സിനെ സംസ്കരിക്കാൻ, അത്യാഗ്രഹത്തിൽ നിന്നും പിശുക്കിൽ നിന്നും അതേപോലെ തന്നെ അവന്റെ മനസ്സിനെ സംസ്കരിക്കാനാണ് സക്കാത്ത് വെച്ചത്. രണ്ടാമത്തെ ലക്ഷ്യം പണ്ഡിതന്മാര് പറയുന്നു, മുവാസാത്തുൽ ഫുഖറാഇ വസദ്ദു ഹാജാത്തിൽ ബുഅസാഇ വൽ മഹ്റൂമീൻ. പാവപ്പെട്ടവൻ അറിയണം, അവന് ആവശ്യക്കാരനെ അറിയണം, ആവശ്യക്കാരന്റെ ആവശ്യം നിറവേറ്റപ്പെടണം. ധനം ഒരു ഭാഗത്ത് മാത്രം കുന്നുകൂടപ്പെട്ട് ദരിദ്രരിലേക്ക് എത്താത്ത അവസ്ഥ ഉണ്ടായിക്കൂടാ. ധനം എല്ലായിടത്തേക്കും എത്തണം. മൂന്നാമത്തത് ഇഖാമത്തുൽ മസാലിഹൽ അല്ലത്തി തതവഖഫു അലൈഹാ ഹയാത്തുൽ ഉമ്മ വസആദതിഹാ. മനുഷ്യന്മാരുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി, സാമൂഹികരമായ സുഖകരമായ അന്തരീക്ഷത്തിന് വേണ്ടി ലോകത്ത് വിപ്ലവങ്ങൾ നടന്നു. തൊഴിലാളികൾ മുതലാളിമാർക്കെതിരെ വിപ്ലവങ്ങൾ നടത്തി. 1917 സാർ ചക്രവർത്തിമാരും മുതലാളിത്ത ലോബിയും റഷ്യയിലെ പാവപ്പെട്ട തൊഴിലാളികളെ അതിക്രമിച്ചപ്പോ മാർക്സും എംഗൽസും ലെനിനും ഒക്കെ രചിച്ച കിതാബ് പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ വിപ്ലവം നടന്നു. എന്താണ് കാരണം? പാവപ്പെട്ടവന്റെ തൊഴിലാളിയുടെ വിയർപ്പിന് വേണ്ടത്ര വില കൽപ്പിച്ചില്ല. സ്വത്ത് ഒരു ഭാഗത്ത് കുമിന്നുകൂടി. സാർ ചക്രവർത്തിമാരുടെ തണലിൽ മുതലാളിത്ത ലോബികൾ കളഞ്ഞു കുളിച്ചു. അങ്ങനെ വന്നപ്പോ തൊഴിലാളിയും മുതലാളിയും രണ്ടു നിലക്ക് ചിന്തിച്ചു. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നിന്റെ തൊഴിലാളിക്ക്, പാവപ്പെട്ടവന്, അവനോടൊരിക്കലും മുതലാളിയോട് സമരം ചെയ്യുന്നവനല്ല. ഇസ്ലാമിന്റെ ഭാഷയിൽ തൊഴിലാളി ദരിദ്രൻ എന്ന് പറയുന്നത് അവൻ മുതലാളിയോട് സമരം ചെയ്യുന്നവനല്ല. ബൂർഷാ വ്യവസ്ഥക്കെതിരെ വിപ്ലവത്തിന്റെ കത്തിജ്വാല ജ്വാല ഒലിപ്പിക്കുന്നവനല്ല, ആയിരിക്കാൻ പാടില്ല. മറിച്ച് മുതലാളിയും തൊഴിലാളിയും നല്ല ബന്ധം വേണം. എന്റെ അടുത്ത് ധനമുണ്ട്, ഞാൻ ധനികനാണ്, ഇദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം ദരിദ്രനാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുമ്പോ അദ്ദേഹത്തിന് എന്നോടൊരു സ്നേഹം, സമൂഹത്തിൽ സമാധാനം, ശാന്തി, അരക്ഷിതാവസ്ഥയില്ലായ്മ നിലനിൽക്കുന്നു. ലോകത്ത് വിപ്ലവങ്ങൾ നടക്കുന്നു. ഇന്നും പട്ടിണിക്ക് വേണ്ടി ജനങ്ങൾ, പട്ടിണിയുടെ രാജ്യങ്ങളിൽ ജനങ്ങൾ സമരരംഗത്താണ്. കാരണമെന്താ? നാലാമത്തെ കാരണം പറഞ്ഞു പണ്ഡിതന്മാർ, ധനം ഒരു ഭാഗത്ത് കുമിഞ്ഞുകൂടാൻ പാടില്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കണം. അതൊരു മഴ പോലെ, ഒരു അനുഗ്രഹം പോലെ, ഒരു അരുവിയിലൂടെ വെള്ളമൊഴുകുന്നത് പോലെ താഴ്ഭാഗത്തേക്ക് ഒഴിഞ്ഞുകൊണ്ടിരിക്കണം. വീണ്ടും മഴയിലൂടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ വെള്ളമുണ്ടാകുന്നു, ആ അരുവിയിലൂടെ ഒഴുകുന്നു. ധനം ഒരു ഭാഗത്ത് കുന്നുകൂടാൻ പാടില്ല. ഒരു ഭാഗത്ത് കുന്നുകൂടുമ്പോ മനുഷ്യന്മാർക്ക് ഇല്ലാത്തവന് വേദന തോന്നും, ഇല്ലാത്തവന് വിഷമം തോന്നും. ഞാൻ ഒരു നേരത്തെ വെള്ളത്തിനും ഒരു ഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനും ഗതിയില്ലാതെ ഇരിക്കുമ്പോ അപ്പുറത്തവൻ ആഡംബര കാറിലും ആഡംബര വീട്ടിലും സുഭിക്ഷമായ ഭക്ഷണവും കഴിക്കുമ്പോ ഞാനും മനുഷ്യനാണ്, എന്തേ അവന് മാത്രം എന്ന് എനിക്ക് തോന്നിപ്പോകും. അത് മാനുഷികമാണ്, അത് മനുഷ്യരെ പടച്ച റബ്ബിനറിയാം. അതുകൊണ്ട് ധനം ഒരു ഭാഗത്ത് കുന്നുകൂടാൻ പാടില്ല. ഇന്നത്തെ ഗ്ലോബലൈസേഷൻ, മുതലാളിത്ത വ്യവസ്ഥിതി, ആഗോളവൽക്കരണം കൊണ്ട് സംഭവിച്ചതെന്താ? പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിരുന്നു, ഇന്ത്യയിൽ 1 കോടീശ്വരൻ 2 കോടീശ്വരൻ, പുസ്തകങ്ങളിൽ വരുന്ന ലോകത്തറിയപ്പെടുന്ന 1 കോടീശ്വരൻ 2 കോടീശ്വരൻ. ഇന്നതല്ല, ശതകോടീശ്വരന്മാർ, 10ഉം 10ലും അധികം കോടീശ്വരന്മാർ. ധനം ഒരു ഭാഗത്ത് കുന്നുകൂടുകയാണ്. ഉള്ളവൻ വലുതായിക്കൊണ്ടേയിരിക്കുന്നു, ഇല്ലാത്തവൻ അവൻ ആഴിയിലേക്ക് ആപതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ രൂപത്തിൽ പോയാൽ ഏത് രാജ്യത്തും കലാപങ്ങൾ ഉണ്ടാകും. മനുഷ്യന്മാരുടെ വിവേചന ശക്തി നഷ്ടപ്പെടും. മനുഷ്യന്മാർക്ക് ഇല്ലായ്മയിൽ നിന്ന് അവന്റെ ഇല്ലായ്മയും അവന്റെ വിശപ്പും അവന്റെ ദാഹവും അത് അക്രമത്തിന്റെ രൂപത്തിലേക്ക് മാറിക്കളയും. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ധനം പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിൽ പാവപ്പെട്ടവരെ തെരഞ്ഞപ്പോ കാണാനില്ല, സകാത്ത് വാങ്ങാൻ ആളില്ല. ഇത് ഉട്ടോപ്യൻ കഥയല്ല, സംഭവിച്ചതാണ്. ഇത് ഏതെങ്കിലും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഉട്ടോപ്യൻ കഥയല്ല. ഇസ്ലാമിക രാജ്യത്ത് കൃത്യമായിട്ട് മുതലാളിമാര് സക്കാത്ത് കൊടുത്തപ്പോ അവിടെ പാവപ്പെട്ടവരില്ലാതെ പോയി, സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ പോയി. അതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കൊടുത്താൽ അവനെന്താ കാര്യം? വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ. ഒരിറ്റ് കാരക്കച്ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഈ അറബികളുടെ മാനസികാവസ്ഥ?
ഔദാര്യത്തിന്റെ കേദാരമാണിവർ. ഔദാര്യത്തിന്റെ കേദാരമാണിവർ. ലോകത്ത് കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് ബില്യൺ കണക്കിന് രൂപ അയച്ചു കൊടുക്കുന്നു. ലോകത്ത് കഷ്ടപ്പെടുന്ന സിറിയയിലും ഇറാഖിലും ഫലസ്തീനിലും ഒക്കെ മുസ്ലിങ്ങൾക്ക് 1 മണിക്കൂർ വെച്ച് ടെലിവിഷനിലൂടെ പിരിച്ചാൽ ബില്യൺ കണക്കിന് രൂപ അവർ എത്തിച്ചു കൊടുക്കുന്നു. ചിലർ വിളിച്ചു പറയുന്നു 1 മില്യൺ റിയാൽ ഞാൻ സിറിയയിലേക്ക് അതല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് സംഭാവന ചെയ്യുന്നു. നിങ്ങളുടെ പേരെന്താ? ഇല്ല, പേരില്ല. ഫാഇലു ഖൈർ, ഒരു അനുഭാവി. എന്റെ പേര് കൊടുക്കേണ്ട. നമ്മുടെ മുതലാളിമാരോ പേരിന് വേണ്ടി ഓടുകയാണ്, പേരിന് വേണ്ടി ഓടുകയാണ്. നേതാക്കന്മാർ വരുമ്പോൾ 50,000, ഒരു പാവപ്പെട്ടവൻ കയറി ചെന്നാൽ 500. ഇതിന്റെ മാനദണ്ഡം എന്താ? ഇതിന്റെ മാനദണ്ഡം എന്താ? രാഷ്ട്രീയ നേതാക്കന്മാര് ചെല്ലുമ്പോ 5 ലക്ഷം, ഒരു പാവപ്പെട്ട മതനേതാവ് ചെല്ലുമ്പോ 5000. ഈ കൊടുക്കലിന്റെ ഈ രീതിയുടെ മാനദണ്ഡം എന്താ? പേരിനും ചൂരിനും ആളാകാനും അധികാരത്തിനും അതേപോലെ തന്നെ സ്വാധീനത്തിനും വേണ്ടി കൊടുക്കുന്ന ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ഒരിക്കലും പേരിന് വേണ്ടി കൊടുത്ത് നിങ്ങളുടെ സദഖകളും സക്കാത്തുകളും നിങ്ങൾ നിഷ്ഫലമാക്കരുത്. നമ്മളും ചിലരൊക്കെ അങ്ങനെയാണ്. എന്റെ പങ്ങള് കുട്ടികളെ കെട്ടിച്ചത് ഞാനാണ് അവന് വിസ കൊടുത്തത്, ഞാനാണ് അവർക്ക് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഞാനാണ് അവരെ കയറ്റിയത് എന്നുള്ള അഹങ്കാരത്തിന്റെ വാചകം പറയുന്ന മുസ്ലിമേ, അഹങ്കാരത്തിന്റെ വാചകം പറയുന്ന മുസ്ലിമത്തായ സഹോദരി, മനസ്സിലാക്കിക്കോ, അഹങ്കാരം വേണ്ട. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. അതിനു വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ടെന്റുകൾ. 5000-ഓളം ആളുകൾ ഇവിടെ നോമ്പ് തുറക്കുന്നു ഓരോ ദിവസവും. കാശെത്രയാണ്? ആരാണ് കൊടുക്കുന്നത്? ഇവിടുത്തെ ഉദാരമതികളായ അറബികൾ. അല്ലാഹുവേ, അവരിൽ നിന്ന് നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, അവരിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഈ ഷർഖിയയിൽ മാത്രം ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാത്ത പാവപ്പെട്ട ബാച്ചിലേഴ്സ്, ഭാര്യയോ അതേപോലെ തന്നെ കുടുംബമോ ഇവിടെ ഇല്ലാതെ ജീവിക്കുന്നവർ, അവർക്ക് 3:30 വരെ 4:30 വരെ 5:30 വരെ ജോലിയാണ്. റൂമിൽ പോയി ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ സൗകര്യമില്ല. അവർ നേരെ ടെന്റുകളിലേക്ക് വരുന്നു. ഇവിടെ ഉള്ളത് എന്താണെങ്കിലും അവർ കഴിക്കുന്നു. അവരത് കഴിക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് കഴിക്കുന്ന സഹോദരന്മാരെ നന്ദി പറയണം. അതിനുശേഷം ഈ തന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകം കേട്ടിട്ടാണ് അവർ ഈ തന്നത്. അവർ കൊടുക്കുന്നത് ഒരു കാരക്കിന്റെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ രക്ഷിക്കണം. വസ്സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഫിഉൽ ഖതീഅ. സദഖ, ദാനധർമ്മങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഇല്ലാതാക്കും. കമാ യുത്ഫിഉൽ മാഉൻ നാറ. തീ വെള്ളത്തെ ഏതുപോലെ കെടുത്തുന്നുവോ അതുപോലെ സദഖകൾ നിങ്ങളുടെ പാപത്തെ കെടുത്തിക്കളയും. മുസ്ലിമേ, നീ സദഖ കൊടുക്കുന്നുവെങ്കിൽ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ രഹസ്യങ്ങളെ അള്ളാഹു സംരക്ഷിക്കും. നീ സദഖ കൊടുക്കുന്നവനാണോ? നീ കൊടുക്കുന്നവനാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. പഴയ തലമുറ കൊടുക്കുന്നവരാണ്, ഇഷ്ടം പോലെ കൊടുത്തവരാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്ര വളർന്നത്. കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങൾ പഴയ മുതലാളിമാരെ കൊടുത്തവരാണ്. ഇന്നും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് പേരിട്ട പുതിയ തലമുറയുണ്ടല്ലോ, അവന്റെ ശമ്പളം എത്രയാ? 7000 അവന്റെ ശമ്പളം എത്രയാ? 8000-ഉം 10000-ഉമാണ്. കൊടുക്കുന്നുണ്ടോ? അവന് ബാധ്യതകളില്ല, സമൂഹത്തോട് കടപ്പാടില്ല. അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? ന്യൂ ജനറേഷൻ എന്ന് പേരിട്ടാൽ അത് ദീനിൽ നിന്ന് അകനാലുള്ള ഒരു പേരാണോ? എല്ലാ ചെറുപ്പക്കാരെ, വലിയ ശമ്പളം വാങ്ങുന്നവരെ, സഹോദരന്മാരെ ശ്രദ്ധിച്ചോ. ലാ യൻഖുസു മിൻ മാലിൻ സദഖ. ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ കൊടുത്താൽ ധനം തീരില്ല, കമ്മിയാകില്ല. ധനം കൊടുത്താൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. സദഖ കൊടുത്തിട്ട്, സക്കാത്ത് കൊടുത്തിട്ട് പാപ്പരായ ഒരുത്തന്റെ ചരിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഇല്ല. അള്ളാഹു മറ്റൊരു വഴിക്ക് തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഹറാമായ സ്ത്രീധനം വാങ്ങിയിട്ട് ബർക്കത്തില്ലാത്ത ധനം തിന്നിട്ട് നഷ്ടപ്പെട്ടവരുണ്ട്. 7 ലക്ഷം വാങ്ങിയ സ്ത്രീധനം എവിടെ പോയി? ഭാര്യയ്ക്ക് കിട്ടിയ 100 പവന്റെ ആഭരണം എവിടെ പോയി? അത് പോകും, അത് നിലനിൽക്കില്ല. കാരണം അത് ഹറാമിൽ സമ്പാദിച്ചതാണ്. ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ ധനം തിന്നരുത്. അമ്മു ഷാങ്കാന്റെ വിഷമം പിടിച്ച അവസ്ഥയിൽ നിന്ന് 100 പവനും അതേപോലെ തന്നെ 2 ലക്ഷവും ഗൾഫിലെ ജോലിയും കാണിച്ച് കാശ് വാങ്ങിയ സഹോദരന്മാരെ, അത് ബർക്കത്തിന്റെ പൈസയല്ല, അത് ഹറാമിന്റെ പൈസയാണ്.
അത് ഹറാമിന്റെ പൈസയാണ്, അതിലൊരിക്കലും ബർക്കത്തുണ്ടാകില്ല. മറിച്ച് ലാ യൻഖുസു മിൻ മാലിൻ സദഖ, ലാ യൻഖുസു മാലും മിൻ സദഖ, സദഖ കൊടുത്താൽ ധനം തീരില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യബ്ന ആദം അൻഫിഖ്, യബ്ന ആദം അൻഫിഖ്, ആദമിന്റെ സന്തതികളെ നിങ്ങൾ ചെലവഴിക്ക്, ആദമിന്റെ സന്തതികളെ നിങ്ങൾ ചെലവഴിക്ക്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ വളർന്ന രീതികൾ അങ്ങനെയാണ്. മഹാനായ ബോസ്നിയയുടെ പഴയ പ്രസിഡന്റ് ബഗോവിച്ച് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തെ മുസ്ലിങ്ങളെ? സെർബുകൾ ബോസ്നിയയിലെ മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തിയപ്പോ, 2000-ഓളം മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തിയപ്പോ ബോസ്നിയന്റെ പ്രസിഡന്റ് ബഗോവിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് യൂറോപ്യക്കാരുടെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങൾക്കറിയുമോ ഞങ്ങൾ കൊടുക്കുന്നവരാണ്, ഈ ഇസ്ലാമിന്റെ മക്കൾ എന്ന് പറയുന്ന ഞങ്ങൾ ചെലവഴിക്കുന്നവരാണ്. ഞങ്ങളെ കൊല്ലുന്ന സെർബുകളോ, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ലോകത്തോട് ആശാന പാടുന്ന കമ്മ്യൂണിസ്റ്റുകളോ, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ, നിങ്ങളുടെ ആരുടെയെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഓഫീസിന്റെ മുന്നിൽ പാവപ്പെട്ടവൻ പോയി ഇരിക്കാറില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ കവാടങ്ങൾക്ക് മുമ്പിൽ പോയി യാചകൻ ഇരിക്കാറില്ല. യാചകൻ ഇരിക്കാറ് പള്ളിയുടെ മുമ്പിലാണ്. കാരണം യാചകൻ അറിയാം കിട്ടുന്നത് പള്ളിയിൽ നിന്ന് വരുന്നവരിൽ നിന്നാണ്. യബ്ന ആദം അൻഫിഖ്, അല്ലാഹുവിന്റെ സന്തതികളെ, അല്ലാഹുവിന്റെ ആളുകളെ, അല്ലാഹുവിന്റെ ദാസന്മാരെ അൻഫിഖ്, നിങ്ങൾ ചെലവഴിക്ക്, ആദമിന്റെ സന്തതികളെ നിങ്ങൾ ചെലവഴിക്ക്. അതുകൊണ്ട് പള്ളികളിൽ നിന്ന് വരുന്നവർ കൊടുക്കുന്നു. നാട്ടിൽ കണ്ടിട്ടില്ലേ, യാചകന്മാർക്ക് പോലും അറിയാം മുസ്ലിം പ്രദേശങ്ങളാണ് അവർ തെരഞ്ഞെടുക്കാറ്. അപ്പുറത്തൊരു ഹൈന്ദവന്മാരോ ക്രൈസ്തവരോ താമസിക്കുന്ന പ്രദേശമുണ്ടെങ്കിൽ അവിടെ പോയാൽ അത്രയൊന്നും കിട്ടില്ല, നമുക്ക് മുസ്ലിം പ്രദേശം തെരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന യാചകന്മാർ പോലും. യബ്ന ആദം അൻഫിഖ്, ആദമിന്റെ സന്തതികളെ ചെലവഴിക്ക്. അതുകൊണ്ട് പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും കൊടുക്കുന്നതിൽ സഹോദരന്മാരെ വീഴ്ച വരുത്തരുത്. അതുകൊണ്ട് നമുക്ക് ധനമൊന്നും കമ്മിയായി പോകില്ല, ധനമൊരിക്കലും ചുരുങ്ങിപ്പോകില്ല. കൊടുക്കുന്നവരായിരിക്കണം മുസ്ലിം, സഹായിക്കേണ്ടവനാണ് മുസ്ലിം. നിങ്ങൾ അറിഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും കുറച്ച് ആത്മഹത്യ നടക്കുന്നത് അറബ് നാടുകളിലാണ്, അതും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും 0 ആത്മഹത്യകൾ നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. യബ്ന ആദം അൻഫിഖ്, വേദനിക്കുന്നവരെ സഹായിക്കാൻ ആളുകളുണ്ട്, വേദനിക്കുന്നവന്റെ പ്രയാസമറിയാൻ ആളുകളുണ്ട്. അപ്പുറത്ത് കഞ്ഞി വെച്ചില്ല എങ്കിൽ അവനെ സഹായിക്കും ഭക്ഷണം കൊടുത്ത്. അപ്പുറത്ത് അവൻ രോഗിയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട് സഹായിക്കാൻ. ആ ഒരു സഹായത്തിന്റെ മനസ്ഥിതി തലമുറകളായി നമ്മൾ തുടർന്നു വരുന്നതാണ്. അത് നിങ്ങൾ ഒരിക്കലും ഒടിച്ചിടരുതേ, അത് നിങ്ങൾ ഒരിക്കലും നിലനിർത്തിപ്പോരണേ. നിങ്ങൾ നിലനിർത്തിപ്പോരണം, ഒരിക്കലും നിർത്തിപ്പോകരുതേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകാത്ത് നൽകണം. ധനത്തിന്റെ ഒരു വിഹിതം, നിസാബ്, ഒരു ധനത്തിന്റെ ഒരു വിഹിതം, അതിന്റെ ഒരു പരിധി എത്തിയാൽ അതിന് സകാത്തുണ്ട്. കൊല്ലം തികഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സ്വർണമുണ്ട്, 85 ഗ്രാം സ്വർണമുണ്ട് നിങ്ങളുടെ അടുത്തെങ്കിൽ, 600 കിലോ തേങ്ങയുണ്ട് നിങ്ങളുടെ അടുത്തെങ്കിൽ, നിങ്ങളടുത്ത് 40 ആടുണ്ടെങ്കിൽ, 5 ഒട്ടകമുണ്ടെങ്കിൽ, 30 കാലികൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ധാന്യമായി 600 കിലോ ഉണ്ടെങ്കിൽ, 590 ഗ്രാം വെള്ളിയുടെ തൂക്കമുള്ള സമ്പാദ്യം നിങ്ങളുടെ ചെലവ് കഴിച്ച് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. നിങ്ങളൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ടോ? ആ സ്ഥലം നിങ്ങൾ എന്തിനാണ് വാങ്ങിയത്? മാറ്റക്കച്ചവടം ചെയ്യാൻ, ഇസ്തിസ്മാറിന് വേണ്ടി, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി. നമ്മളൊക്കെ പ്രവാസികൾ അങ്ങനെയാണ്. നമ്മളൊരു 10 സെന്റും 15ഉം 1 ഏക്കറയും വാങ്ങിയിടും നാളെ മറിച്ചു വെക്കാൻ. അങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങളെടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. സ്വർണം നിങ്ങളെടുത്തുണ്ടോ? സക്കാത്ത് കൊടുക്കണം. വെള്ളിയുണ്ടോ? സക്കാത്ത് കൊടുക്കണം. കൃഷിയിൽ നിന്ന് വരുമാനമുണ്ടോ? സക്കാത്ത് കൊടുക്കണം. ശമ്പളമുണ്ടോ? ആ ശമ്പളത്തിന് ചെലവ് കഴിച്ച് സക്കാത്ത് കൊടുക്കണം. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാ. എന്തിനാണ് ആർക്കാണ് കൊടുക്കേണ്ടത്? സദഖകൾ കൊടുക്കണം. ലിൽ ഫുഖറാ, ദരിദ്രർക്ക്, വൽ മസാകീൻ, അതേപോലെ തന്നെ അഗതികൾക്ക്, വൽ ആമിലീന അലൈഹാ, സക്കാത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, വൽ മുഅല്ലഫതി ഖുലൂബുഹും, അതേപോലെ തന്നെ ഇസ്ലാമുമായിട്ട് മാനസികമായി ഇണങ്ങിയ അമുസ്ലിങ്ങൾക്ക്, വഫിൽ റിഖാബി, അടിമകൾക്ക്,
വൽഗാരിമീന കടക്കാർക്ക്, വഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, വബിനിസ് സബീൽ വഴിപോക്കർക്ക്, ഫരീളതം മിനല്ലാഹ് ഇത് അല്ലാഹുവിൽ നിന്നുള്ള നിയമമാണ്. വല്ലാഹു അലീമുൻ ഹകീം അല്ലാഹു അറിയുന്നവനും തത്വജ്ഞാനിയുമാണ്. 8 ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം. 8 അവകാശികളുണ്ട്, സക്കാത്തിന്റെ അവകാശികൾ. നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കാറുണ്ട്, പലരും കൊടുക്കാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്ങനെയാ നമ്മളെ രൂപം? സക്കാത്ത് കൊടുത്തു എന്ന് വെച്ചാൽ കൊടുത്തു. എവിടെ കൊടുത്തു? അത് കല്യാണത്തിന് കഴിഞ്ഞ പ്രാവശ്യം പെങ്ങളെ കല്യാണം ഉണ്ടായപ്പോൾ 5000 അയച്ചു കൊടുത്തു. പിന്നെ അവിടെ ഒരു രോഗം ഉണ്ടായപ്പോൾ അവിടെ കുറച്ച് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു പള്ളി കമ്മിറ്റി വന്നപ്പോൾ അവർക്ക് കുറച്ച് കൊടുത്തു. പിന്നെ അവിടെ സെൻട്രേർ വന്നപ്പോൾ അവർക്ക് കുറച്ച് കൊടുത്തു. അങ്ങനെയാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? അല്ല. നമുക്കൊരു പുസ്തകം വേണം, നമുക്കും വേണം ഒരു പുസ്തകം. നമ്മുടെ വരവ് ചെലവുകൾ അറിയുന്ന, എഴുതി വെക്കുന്ന ഒരു പുസ്തകം അത് വേണം സഹോദരന്മാരെ. എനിക്കെത്ര വരുമാനമുണ്ട്, ഞാൻ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എവിടുന്നാണ് എൻ്റെ വരുമാനം? കാരണം നേരത്തെ മിദ്ലാജ് സലാഹി പ്രസംഗിച്ചതുപോലെ നമുക്കറിയില്ല. മനുഷ്യനെന്ന് പറയുന്നത് വളരെ നിസ്സാരനാണ്. അവൻ വാങ്ങിയ മൊബൈലിന് ഗ്യാരണ്ടിയുണ്ട്, അവൻ ഉപയോഗിക്കുന്ന AC-ക്ക് വാറണ്ടിയുണ്ട്, അവൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും ഗ്യാരണ്ടിയും വാറണ്ടിയുമുണ്ട്. പക്ഷെ അവന് മാത്രം ഗ്യാരണ്ടിയും വാറണ്ടിയുമില്ല. അങ്ങനത്തെ വളരെ നിസ്സഹായകനായി ജീവിക്കുന്ന നാം ഈ നിമിഷം മരിച്ചാൽ, കടക്കാരനായാൽ ആരോട് പറയും? ആർക്കറിയും? അതുകൊണ്ട് നമുക്കൊരു പുസ്തകം വേണം. നമ്മുടെ വില പറയുന്ന, നമ്മൾ കൊടുക്കാനുള്ളതും വരുമാനമുള്ളതും അറിയുന്ന ഒരു രേഖ നമുക്ക് വേണം. അത് നമ്മുടെ മരിച്ചാൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ പിതാവോ ഉത്തരവാദിത്തപ്പെട്ടവർ അത് നോക്കിയാൽ ഉടനെ നമുക്കത് കൃത്യമായിരിക്കണം. ചിലവരുടെ അവസ്ഥ എന്താ? 100 കൂട്ടം ഓന്റെ തലയിലാണ്. ഓൻ മരിച്ചാലോ കിട്ടാനുള്ളവർ ആദ്യം വലിക്കും. പടച്ചോനെ, ഓൻ മരിച്ചല്ലോ, എൻ്റെ കാശ് പോയല്ലോ എന്നുള്ള എനിക്ക്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാരന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന്റെ കടം കൊടുത്തു വീട്ടാൻ പറഞ്ഞു. കടക്കാരനായിക്കൊണ്ട് ചിലരുടെ സ്വഭാവം എന്താ? വെറുതെ ഇങ്ങനെ കടം വാങ്ങുക. എന്തിനാ? കടം വാങ്ങിയില്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നുള്ളൂ എന്നാണ്. ഒരു സ്ഥലം കണ്ട് വാങ്ങി അത് കണ്ട് കഴിയുമ്പോഴത്തേനും അടുത്ത സ്ഥലം. അതെന്തിനാ? അവൻ്റെ അടുത്ത് കാശൊന്നും ഉണ്ടാവില്ല, 50,000 ഉണ്ടാവുള്ളൂ, പക്ഷെ 5 ലക്ഷത്തിന്റെ വാങ്ങും. എന്തിനാ? അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നുള്ളൂ. ഇവിടുന്ന് പോണത് ഇഷ്ടമല്ല മൂപ്പർക്ക്. ഇവിടെ നിൽക്കാം, അതിന് പ്രശ്നമല്ല, പക്ഷെ കടം വാങ്ങി നിൽക്കേണ്ട അവസ്ഥ അല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാരന് വേണ്ടി നിസ്കരിക്കാൻ വിസമ്മതിച്ചു. അപ്പൊ നമുക്കൊരു പുസ്തകം വേണം. അതിലുണ്ടായിരിക്കണം എൻ്റെ വരുമാനം എത്ര, ഒരു വർഷം എനിക്കെത്ര ശമ്പളം കിട്ടി, എൻ്റെ ആ സ്ഥലത്തിൽ നിന്ന് എനിക്കെന്ത് വരുമാനം കിട്ടി, എത്ര സ്വർണം എൻ്റെ ഭാര്യൻ്റെ അടുത്തുണ്ട്, മക്കളുടെ അടുത്തുണ്ട്, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്തുണ്ട്. 35 ഉണ്ടോ, അല്ലെങ്കിൽ 40 പവനുണ്ടോ, 100 പവനുണ്ടോ, 85 ഗ്രാം 1.5 പവൻ തികഞ്ഞാൽ സക്കാത്ത് നിർബന്ധമായി 10ക്കും കൊടുക്കണം, അതിൻ്റെ മുകളിലുള്ളതിനും കൊടുക്കണം. അങ്ങനെ കൊടുത്തോ? കൊടുത്തില്ലെങ്കിൽ സഹോദരന്മാരെ കൊടുക്കണം. അത് നമ്മുടേതല്ല. അതിത് എത്ര വരുന്നേ? 2.5% വരുള്ളൂ. വർത്താനം കേട്ടാൽ വലിയൊരു സംഖ്യ ആയിട്ട് വരും തോന്നില്ല. 2.5% എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു സംഖ്യ. ഒരു 5 ലക്ഷം ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ഏറി വന്നാൽ കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ഏറി വന്നാൽ കൊടുക്കേണ്ടി വരിക 25,000 ഉറുപ്പ്യൊക്കെ. ചെറിയൊരു സംഖ്യ. ആ സംഖ്യ കൊടുക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് കിട്ടുന്നത്? അള്ളാഹുവിന്റെ കോപം മാത്രമാണ് കിട്ടുന്നത്, അത് വിസമ്മതിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാ. കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കരുത് കേട്ടോ. ഇന്ന് എല്ലാവരും കൊടുക്കുന്നുണ്ട് പത്രകോളങ്ങളിൽ വലിയ വലിയ ഹെഡിങ്ങുകൾ കിട്ടാൻ, എന്നിട്ട് കൂടെ നിന്നൊരു ഫോട്ടോയും എടുത്ത് വലിയ വലിയ ആളുകളാകാൻ. അങ്ങനെ കൊടുക്കരുത് കേട്ടോ. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് സകാത്തും സദഖയും നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് സകാത്തും സദഖയും വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും. മനുഷ്യന്മാരെ വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്തിൽ നമ്മളോട് പറയുന്നു, വലാ യഹ്സബന്നല്ലദീന, നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ പിശുക്ക് കാണിക്കുന്നവരുണ്ടല്ലോ. ആർക്കും കൊടുക്കാതെ പൂട്ടിവെച്ച് പിശുക്ക് കാണിക്കുന്നവൻ, മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നാണ് ആ ധനം അവന് നൽകിയത്. ഹുവ ഖൈറൻ ലഹും, അത് അവർക്ക് നന്മയാകും, ആ ധനം അവർക്ക് ഉപകാരപ്പെടുമെന്ന് അവർ വിചാരിക്കേണ്ട കേട്ടോ. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് തിന്മയായിരിക്കും നാളെ പരലോകത്ത്. സയുതവ്വിഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ മുകളിൽ, അവന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പിശുക്കി വെച്ച ധനം കൊണ്ട് അവന് മാല ചാർത്തും.
ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്ത്. ഈ പിശുക്കി വെച്ച ധനമുണ്ടല്ലോ, ധനത്തിനും അതേപോലെ തന്നെ സ്വർണത്തിനും ശമ്പളത്തിനും അതേപോലെ തന്നെ സ്ഥലത്തിനും അതേപോലെ തന്നെ വെള്ളിക്കും നാണയത്തിനും അതേപോലെ തന്നെ മൃഗങ്ങൾക്കുമൊക്കെ സക്കാത്ത് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച് ധനമുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കണ്ട, ലാ യഹ്സബന്ന, നിങ്ങൾ വിചാരിക്കണ്ട, ഹുവ ഖൈറൻ ലഹും, അത് കൊടുക്കാത്തത് കൊണ്ട് നാളെ എനിക്ക് ഉപയോഗിക്കാം, എനിക്കതുകൊണ്ട് സുഖമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അത് നിങ്ങൾക്ക് തിന്മയാണ്. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിന്റെ സമയത്ത് ഖിയാമത്ത് നാളിൽ വെച്ച് ആ ധനം അവന്റെ കഴുത്തിൽ ചാർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന സാഹിബി ദഹബിൻ വലാ ഫില്ലാ ലാ യുഅദ്ദി ഹഖഹാ, ആരെടുത്തെങ്കിലും സ്വർണമുണ്ട് വെള്ളിയുണ്ട് എന്നിട്ട് അവൻ അതിന്റെ അവകാശം കൊടുത്തു വീട്ടിയില്ല എങ്കിൽ ഇല്ലാ ഇദാ കാന യൗമൽ ഖിയാമത്തി സുഫിഹത ലഹു സഫായിഹം മിനൻ നാർ, അത് സ്വർണത്തിന്റെ വളകളായിട്ട് സ്വർണത്തിന്റെ രൂപങ്ങളായിട്ട് അവന്റെ ശരീരത്തിൽ അണിയിപ്പിക്കപ്പെടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹോദരി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു, അവരുടെ കയ്യിൽ വളയുണ്ടായിരുന്നു. റസൂലുള്ള ചോദിച്ചു, അതുഅതീന സകാത ഹാദാ, പെണ്ണേ ഈ ധനത്തിന്, ഈ വളക്ക്, ഈ സ്വർണത്തിന് നീ സകാത്ത് കൊടുത്തോ? ഖാലത്തില, ആ സഹോദരി പറഞ്ഞു, ഇല്ല റസൂലേ, ഞാൻ കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അയസുറുകി അൻ യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ, പെണ്ണേ ഈ രണ്ട് വളകളും നാളെ പരലോകത്ത് വെച്ച് അണിയിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവോ? സിവാറൈന മിന്നാർ, നരകത്തിന്റെ രണ്ട് വളകളായിട്ട് അത് പരലോകത്ത് വെച്ച് അണിയിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്ന പെണ്ണോ? ഫഅൽഖതുഹുമാ, ആസ് കേട്ടപാടെ ആ സഹോദരി അത് ഊരി റസൂലുള്ളാഹിക്ക് കൊടുത്തു. വഖാലത്ത്, ആ സഹോദരി പറഞ്ഞു, ഹുമാ ലില്ലാഹി വലി റസൂലിഹി, ഇത് രണ്ടും അല്ലാഹുവിനും റസൂലിനുമാണ്, എനിക്കിതിന്റെ അവകാശം വേണ്ട, എനിക്കിതിന്റെ ഉടമസ്ഥാവകാശം വേണ്ട എന്ന് ആ സഹോദരി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മറ്റൊരു വാചകം, വല്ലദീ ലാ ഇലാഹ ഇല്ലാ ഗൈറു, അല്ലാഹു തന്നെയാണ് മലിക്കുൽ ജബ്ബാറായ ആകാശം പടച്ച ഭൂമി പടച്ച മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് സത്യം. മാ മിൻ റജുലിൻ, ഒരു മനുഷ്യനും, തകൂനു ലഹു ഇബ്നുൻ, അവൻ ഒട്ടകമുണ്ട്, ഔ ബഖറുൻ, അല്ലെങ്കിൽ അവന് കാലികളുണ്ട്, ഔ ഗനമുൻ, അല്ലെങ്കിൽ അവന് ആടുകളുണ്ട്, ലാ യുഅദ്ദി സകാതഹാ, എന്നിട്ട് അതിന്റെ സകാത്ത് അവൻ കൊടുത്തു വീട്ടിയില്ല. 40 ആടുണ്ടായിട്ട് 30 പശുക്കളുണ്ടായിട്ട് 5 ഒട്ടകമുണ്ടായിട്ട് അതിന്റെ അവകാശം അവൻ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ, അതിന്റെ സകാത്ത് അവൻ പാവപ്പെട്ടവന് കൊടുത്തില്ല എങ്കിൽ, ഇല്ലാ ഉത്തിയ ബിഹാ യൗമൽ ഖിയാമ, അത് പരലോകത്ത് ആ മൃഗങ്ങളെ കൊണ്ടുവരും റബ്ബ്. അഅ്ലമു മാ തകൂനു വഅസ്മന, അത് ദുനിയാവിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഇരട്ടി വലുപ്പത്തിലും ഇരട്ടി തടിയിലും പരലോകത്തെ കൊണ്ടുവന്ന് ആ മൃഗങ്ങളെ കൊണ്ട് അവനെ ഉപദ്രവിക്കും. അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സഹോദരന്മാരെ പറയുന്നത്, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ, അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, അത് തടുക്കാൻ, അത് ഇല്ലാതാക്കാൻ ലോകത്താർക്കും കഴിയില്ല. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താക്കന്മാരോട് പറയണം, അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിൽ ഒരു വള വിറ്റ് മറ്റു വളകളുടെ സക്കാത്ത് കൊടുക്കണം, ഒരു മോതിരം വിറ്റ് മറ്റുള്ള സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കൊടുക്കാതിരിക്കരുതേ. പിശുക്കൊരിക്കലും നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടില്ല. എന്തിനാണ് പിശുക്ക്? എത്ര ശതമാനമാണ് കൊടുക്കുന്നത്? 2.5%. എത്രയാണ് വരുന്നത്? 10,000-മോ 20,000-മോ? എത്രയോ കാശ് ആവശ്യത്തിനും അനാവശ്യത്തിനും കളയുന്നില്ലേ? എന്നിട്ട് പരലോകത്തിന് വേണ്ടി ഒരുക്കി വെക്കാൻ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, അനുജത്തിമാരെ, ജ്യേഷ്ഠത്തിമാരെ, സഹോദരന്മാരെ, ഉപ്പമാരെ, നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത്? നാളെ പരലോകത്ത് ഇതങ്ങാണ്ടും നരകത്തിലെ വളകളായി അണിയിക്കപ്പെടുമ്പോൾ, നാളെ പരലോകത്ത് ഈ കൃഷിയിടവും അതേപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ തൂക്കിയിടപ്പെടുമ്പോ അതുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മരണമെന്നുള്ളത് സത്യമാണോ? മരണമെന്നുള്ളത് സത്യമാണോ? ഖബറിൽ നമ്മളെ കൊണ്ടുവെക്കുമെന്നുള്ളത് സത്യമാണോ? പുനർജീവിതം എന്നത് സത്യമാണോ? പരലോകം എന്നത് സത്യമാണോ? അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, നിങ്ങൾ കൊടുക്കാത്ത ധനം നാളെ പരലോകത്ത് പാമ്പുകളായി പുനരുജ്ജീവിപ്പിക്കപ്പെടും. പാമ്പുകളായിട്ട് പുനരുജ്ജീവിപ്പിക്കപ്പെടും ധനം. എന്തിനാണ് ധനം? എന്തിനാണ് ഈ വാരിക്കൂട്ടുന്നത്? ഇന്ന് എല്ലാവരും തിരക്കിലാണ്.
എന്താണ് തിരക്ക്? ധനം വാരി കൂട്ടാൻ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഖബർ കാണുന്നത് വരെ തിരക്കിലാണ്. സത്യത്തിൽ ധനത്തിനോടുള്ള ഇസ്ലാമിന്റെ മാനസികാവസ്ഥ നമ്മൾ പറഞ്ഞു എന്താണ്? അത് ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെച്ചോ, ലൈസൽ ഗിനാ ബികസ്റത്തിൽ അറൽ ഫഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്. ഇത് കൊത്തിവെച്ചില്ല എങ്കിൽ, ഈ ഹദീസിന്റെ ആശയം മുസ്ലിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നാളെ നമ്മൾ ആത്മഹത്യയിലേക്ക് പോകും. നാളെ നമ്മൾ ദുനിയാവിൽ നീരസപ്പെടുന്നവരായി ജീവിക്കേണ്ടി വരും. ലൈസൽ ഗിനാ ബികസ്റത്തിൽ അറൽ, അള്ളാഹുവിന്റെ റസൂൽ പറയണേ, ഐശ്വര്യം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ ആധിക്യമല്ല. വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം. ഫഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ സംതൃപ്തിയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. വിഭവങ്ങളുടെ ആധിക്യം കൊണ്ട് ഐശ്വര്യമുണ്ടാകുമോ? നേരത്തെ പറഞ്ഞതുപോലെ 2 ഉഹുദ് മലയുള്ളവൻ മൂന്നാമത്തത് ആഗ്രഹിക്കും, 2 ബക്കാലയുള്ളവൻ മൂന്നാമത്തത് ആഗ്രഹിക്കും, 10ഉം 15ഉം ആഗ്രഹിക്കും. എനിക്ക് എൻ്റെ മോഡൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ മലയാളി വ്യവസായിയെ പോലെയാകണം, അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞ് അള്ളാന്റെ തൗഫീഖ് കൊണ്ടാണ് ഈ ടെന്റിലും ഈ ക്ലാസ് കേൾക്കാനും നമ്മൾ എത്തിയത്. ചില സഹോദരന്മാരെ വിളിച്ചു നോക്കാ, അവൻ തിരക്കിലാണ്, എപ്പോഴും തിരക്കിലാണ്. എന്നിട്ട് ആ ധനം കൊണ്ട് അവന്റെ ഭാര്യയ്ക്ക് ഉപകാരമുണ്ടോ? അവന്റെ മക്കൾക്ക് സമാധാനമുണ്ടോ? അവന് തന്നെ സമാധാനമുണ്ടോ? 2 മൊബൈല്, എവിടുന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു മിസ് കോൾ നഷ്ടപ്പെട്ടാൽ അതെന്റെ ബിസിനസ് നഷ്ടപ്പെടുമോ എന്നുള്ള ബേജാറാണ്. അങ്ങനെ ബേജാറായി ജീവിക്കേണ്ടവനാണോ മുസ്ലിം? യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ നിങ്ങൾ അശ്രദ്ധരാക്കരുത്. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ധനവും അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് നിങ്ങൾ അശ്രദ്ധരാക്കരുത്. ഇന്ന് ധനം എന്ന് പറഞ്ഞാൽ ഈ കമ്പോള വ്യവസ്ഥിതി, ഉപഭോഗൃത മനസ്ഥിതി നമ്മളെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചിരിക്കുക. എല്ലാവർക്കും, മൗലവിമാർക്ക് ഈ പറയണേ, എനിക്കും നിങ്ങൾക്കൊക്കെ അവസ്ഥ ഉണ്ട്. നമ്മളൊരു കടയിൽ കയറിയാൽ നമുക്ക് മനസ്സിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു സാധനം വാങ്ങണമെന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു വലിയ മാളിൽ പോയി കയറിയാൽ, ഹൈപ്പർ മാർക്കറ്റിൽ പോയി കയറിയാൽ, ആ 10 റിയാലിന്റെ സാധനത്തിന് വേണ്ടി പോയ നമ്മൾ തിരിച്ചു വരുമ്പോൾ 200 റിയാലിന്റെ സാധനം എടുത്തിട്ടുണ്ടാകും. അതാണ് കമ്പോളവൽക്കരണം. എന്താണ് കമ്പോളവൽക്കരണം? ഉപഭോഗൃത സംസ്കാരം ആകർഷിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരിമാര് ബക്കാലയിൽ നിന്ന് താഴെയുള്ള ബക്കാലയിൽ 50 പൈസ അധികമാകുമെന്ന് വിചാരിച്ചിട്ടാണ്, പ്രമോഷൻ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ താഴെ എന്ന കടയിൽ നിന്ന് 50 പൈസ അധികമായ ആ ഒരു സാധനമേ വാങ്ങുള്ളായിരുന്നു. നമ്മളൊക്കെ പുരുഷന്മാർ പർച്ചേസിങ് കഴിഞ്ഞ വണ്ടിയിലെത്തുന്നതിന് മുമ്പ് എന്തായാലും ഒരു ചെറിയ കശപിശ ഉണ്ടാവും. എന്തിനത്രത്തോന സാധനം? അത് പറയാത്തവരില്ല, അത് ആവലാതിപ്പെടാത്തവരില്ല. നമ്മളത്ര വിചാരിച്ചതല്ല വാങ്ങാൻ. അപ്പൊ അവളും പറയും, ഞാനും അത്ര വിചാരിച്ചതല്ല. പിന്നെ ഇത് എവിടുന്ന വഹി വന്നത്? വഹി വന്നതെന്നല്ല, ഇതിങ്ങനെ കണ്ടപ്പോൾ അത് അടുക്കി വെച്ച രൂപം, ഓ കെച്ചപ്പ് കഴിഞ്ഞല്ലോ, അപ്പൊ കെച്ചപ്പ് അത്യാവശ്യമില്ലായിരുന്നു, എന്നാലും ഒന്ന് വാങ്ങി. മറ്റേത് പ്രമോഷൻ കണ്ടപ്പോൾ അതും വാങ്ങി. അതിനൊന്നും നമുക്ക് തടസ്സങ്ങളില്ല. അതിനൊന്നും നമുക്ക് തടസ്സങ്ങളില്ല, വിമ്മിഷ്ടമില്ല. ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരി കഷ്ടത്തിലാണ്, എൻ്റെ പ്രിയപ്പെട്ടവർ നാട്ടിൽ വളരെ പ്രയാസത്തിലാണ്, അവരെ സഹായിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ബേജാറാണ്. നിങ്ങളിങ്ങനെ കൊടുത്തോ, നിങ്ങളങ്ങനെ കൊടുത്ത് പിന്നെ എൻ്റെ കുട്ടികളെ ആര് നോക്കും എന്നുള്ള ബേജാറിൻ്റെ വർത്തമാനം പറയുന്നവർ, ബേജാറിൻ്റെ പുരുഷന്മാർ കൊടുക്കാൻ നിൽക്കുമ്പോൾ ബേജാറിന്റെ വർത്തമാനം പറഞ്ഞ് അവരാ നന്മയിൽ നിന്ന് തടുക്കുന്ന സഹോദരിമാരെ, ലായം കൊസുമാലും മിൻ സദഖ, സദഖ കൊടുത്തത് കൊണ്ട്, ദാനധർമ്മം ചെയ്തതുകൊണ്ട് ധനമൊരിക്കലും ചുരുങ്ങില്ല കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ നിൽക്കല്ലേ. ഭർത്താവിന്റെ സഹോദരിയോ നിങ്ങളുടെ സഹോദരിയോ വേദനിച്ച് വിഷമിച്ച് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്ക്, നിങ്ങൾ അവരെ സഹായിക്ക് എന്ന് പറയാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണമായ തോതിൽ വിശ്വാസിയാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആർത്തി അത് ആത്മഹത്യയിലേക്ക് നയിക്കും. അയലത്തേക്ക് നോക്കി ജീവിച്ചാൽ അത് നമ്മുടെ ആത്മഹത്യയിലേക്കായിരിക്കും അവസാനം നയിക്കുക. ഓരോരുത്തരും ആത്മഹത്യ ചെയ്യാണ് ഇപ്പൊ പലർക്കും സുഖം.
എന്താ? ദമാമിലൊരു ആചാര്യണ്ടായിരുന്നു, മൂപ്പര് ആത്മഹത്യ ചെയ്തു. മൂപ്പര് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത് എന്തായിരുന്നു? കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു, എനിക്ക് ബാധ്യതയുണ്ടായത് കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്, എൻ്റെ കുട്ടികളോടൊന്നും ചോദിക്കണ്ട, ഞാൻ തരാല്ലേ, ഞാൻ തന്നെ തരേണ്ടിയിരുന്നു, അതുകൊണ്ട് എനിക്ക് തരാൻ കഴിയാത്തതുകൊണ്ട് മരിച്ചതാണ്. എളുപ്പമുണ്ടല്ലോ കൊടുക്കാൻ. ഈ രൂപത്തിൽ ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കും. അയൽവക്കത്തേക്ക് നോക്കണ്ട, അവനാൻ എന്താണ് ഉള്ളത് അതിനനുസരിച്ച് ജീവിക്കുക. ഭർത്താവിൻ്റെ വരുമാനത്തിൻ്റെ പരിധി അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റുകൾ ക്രമീകരിക്കുക. അപ്പുറത്ത് എന്തായിരുന്നാലും അങ്ങോട്ട് ഒളിഞ്ഞും തെളിഞ്ഞും നോക്കാതെ ഒരു സാധുവായി, ഒരു വിശ്വാസിയായി കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദറാഹിമു അർബഅ, 4 രൂപത്തിലാണ് സമ്പത്ത്. ദിർഹമുൻ, ഒരു സമ്പത്ത്, ഉഖ്തുസിബ ബിതാഅത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അത് അവൻ സമ്പാദിച്ചത്. വഉഖ്രിജ ഫീ ഹഖില്ലാ, അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവൻ ചെലവഴിച്ചത്. ഫദാക ഖൈറു ദറാഹിം, അതാണ് ഏറ്റവും നല്ല ദിർഹം. ഹലാലായി സമ്പാദിച്ച് ഹലാലായ മാർഗത്തിൽ ചെലവഴിച്ച ദിർഹമാണ് ഏറ്റവും നല്ല ദിർഹം. വദിർഹമുൻ, രണ്ടാമത്തെ ദിർഹം, ഉഖ്തുസിബ ബിമഅസിയത്തില്ലാ, അള്ളാഹുവിന്റെ അനുസരണക്കേടിന്റെ മാർഗത്തിലാണ് അവൻ സമ്പാദിച്ചത്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന മാർഗത്തിലാണ് അവൻ ചെലവഴിച്ചത്. ഫദാക ശർറു ദറാഹിം, അതാണ് ഏറ്റവും മോശപ്പെട്ട ദിർഹം. മോശപ്പെട്ട ദിർഹം ഹറാമിലൂടെ സമ്പാദിക്കുകയും ഹറാമിൽ ചെലവഴിക്കുകയും ചെയ്ത ദിർഹമാണ്. വദിർഹമുൻ ഉഖ്തിസിബ ബിഅദൽ മുസ്ലിമിൻ വഉഖ്രിജ അദാ മുസ്ലിമിൻ ഫഹുവ കദാലിക്, അതേപോലെ തന്നെ ഒരു മുസ്ലിമിനെ ഉപദ്രവിച്ച് സമ്പാദിച്ചു, ഒരു മുസ്ലിമിനെ തന്നെ ഉപദ്രവിക്കാൻ ആ ധനം ചെലവഴിച്ചാൽ അതും ശർറു ദറാഹിമാണ്. അതുകൊണ്ട് നല്ല വഴിയിലൂടെ സമ്പാദിക്കുകയും നല്ല വഴിയിലൂടെ സക്കാത്ത് കൊടുക്കുകയും ആ സമ്പാദ്യത്തിന് സക്കാത്ത് കൊടുത്ത് സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിച്ച് ധനത്തോട് ആർത്തിയും അത്യാർത്തിയും കാണിക്കാതെ. കാരണം ലോകമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മോഹിപ്പിക്കുകയാണ്, നിരന്തരമായി നമ്മളെ മോഹിപ്പിക്കുകയാണ്. നമുക്ക് അത്യാവശ്യമില്ലാത്തതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് അത്യാവശ്യവും അത്യാവശ്യമില്ലാത്തത് വളരെ അത്യാവശ്യവുമുള്ളതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഹത്തിൻ്റെ ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മൾ എത്ര ജനങ്ങളോട് ദീന് പറഞ്ഞാലും അവർക്കത് കേൾക്കില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ കുടുംബത്തെയും അവനവനെയും നിയന്ത്രിച്ചാൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ അസ്വസ്ഥകരമായ ജീവിതമായിരിക്കും. അതുകൊണ്ട് ഹലാലായിട്ട് സമ്പാദിച്ച് ഹലാലായിട്ട് ചെലവഴിക്കുന്ന ഏറ്റവും നല്ല ദിർഹമുകൾ സമ്പാദിക്കാൻ, ഏറ്റവും നല്ല റിയാലുകൾ സമ്പാദിക്കാൻ, ഏറ്റവും നല്ല രൂപകൾ സമ്പാദിക്കാൻ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ ശ്രദ്ധിക്കുക. അങ്ങനെ സമ്പാദിക്കുന്ന ധനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണമുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ, വെള്ളിയുണ്ടെങ്കിൽ വെള്ളിയുടെ, ശമ്പളമുണ്ടെങ്കിൽ ശമ്പളത്തിൻ്റെ, കൃഷികളുണ്ടെങ്കിൽ കൃഷികളുടെ, കന്നുകാലികളുണ്ടെങ്കിൽ കന്നുകാലികളുടെ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ സക്കാത്ത് കൊടുക്കാൻ മറക്കരുതേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ശേഷം നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിൽ കിടക്കുന്ന അവരുടെ ഖബറുകളിലേക്ക് നമ്മുടെ ഈ പ്രകാശത്തിൻ്റെ വെളിച്ചം അല്ലാഹു എത്തിക്കുമാറാവട്ടെ. അസുഖം കൊണ്ടും വിഷമം കൊണ്ടും കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്താകമാനം കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്നും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു പാവപ്പെട്ട മുസ്ലിങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.